അല്ല 40 ഒന്നും അങ്ങോട്ട് ആഞ്ഞും മനസ്സ് വെക്ക്. രണ്ട് കയ്യിലും രണ്ട് കള്ളന്മാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പിടിക്കാനുള്ളതാ. 41 50 തേക്കണം. 42 44 ഇനി മതി ഈ പാലും മുട്ട കഴിച്ചിട്ട് 50 ആക്കിട്ട് കൊടുത്താൽ മതി. പോട്ടെ 44 ഇല്ല അടിക്ക് 45 നാലെണ്ണം കൂടി ഉള്ളൂ. ഇങ്ങനെ ആയ എങ്ങനെ? 46 അവന് ക്ഷീണമായിരിക്കും. പാല് കുടിക്കട്ടെ. എന്നാ പിന്നെ അവിടെ വെക്ക്. ഇത് പാല് കുടിക്കാം. ഇത് പോലീസിലാവുള്ളതാണ്, കളിയല്ല. എനിക്കോ? ആ ഇനി 3 എണ്ണം കൂടി വരണം. 47 പോരട്ടെ. 2 കൂടി 48. അവന് വയ്യ. അങ്ങനെ പറയരുതേ. പോട്ടെ 2 എണ്ണം കൂടി ഉള്ളു. മതി, ഇനി കുറച്ചു നേരം കഴിഞ്ഞു 49 പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണേ. ഈ മനസ്സ് വേണം. ഇതൊന്നും വേണ്ടായിരുന്നു. ഞാൻ ലോറിയിൽ മണലും കൊണ്ട് പോകുമ്പോ എന്റെ കൂടെ വന്നെങ്കിൽ മണലൊക്കെ അതൊന്നും ഉത്സാഹിച്ചതാണ്. നല്ല മസിൽ കയറിയാണ്. ഭയങ്കര മനസ്സിലാണ്ടല്ലോ പോലീസുകാരനോട് ഈ പറയണേ. മോനെ പാല് കുടിക്കാം. അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ. അതൊക്കെ ശരീരത്തിൽ നിന്ന് കയറി അന്ന് വിയർപ്പൊക്കെ അടങ്ങിയിട്ടേ അത് കുടിക്കാൻ പാടുള്ളൂ. എന്നാ ഈ മുട്ട കൊടുക്കുമായിരുന്നോ? ഇടി പാല് കുടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ മുട്ട കഴിക്കാവൂ. അതിനൊക്കെ ഒരു സമയമുണ്ട്. ചുമ്മാ ഒന്ന് അടങ്ങട്ടെ. കൊള്ളാട്ടാ മോനെ. നീ പോലീസിൽ ജോലിക്ക് പോയി കഴിഞ്ഞാലേ അച്ഛൻ്റെ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം. ആദ്യത്തെ ശമ്പളം മേടിക്കലാണെങ്കിൽ മോനെ അത് അമ്മയുടെ കയ്യിൽ തരണം. അയ്യോ ശമ്പളം നീ മുഴുവനും മേടിച്ചോടി. ഇതൊന്നുമല്ല. എടാ മറ്റേ റിട്ടയർഡ് ആയിട്ടുള്ള മറ്റേ കോൺസ്റ്റബിൾ രാധാകൃഷ്ണൻ ഇല്ലേ, നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അപ്പുറം താമസിക്കണേ? രാധാകൃഷ്ണൻ സാറ്. സാറ് അവൻ റിട്ടയർഡ് ആയില്ലേ? അവനെ നീ എന്തേലും ഒരു കേസ് ഇപ്പെടുത്തി സ്റ്റേഷനിൽ കയറ്റിയിട്ട് 4 പൂശം കൊണ്ട് അവനെ പൂശണം. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതൊന്ന് സാധിച്ചു തരണം. അച്ഛൻ എന്റെ പൊന്നു മോനെ ജോലിക്ക് കയറുന്നതിന് മുമ്പേ നിന്റെ ജോലി കളയാനുള്ള കാര്യമാണ് പറയണേ. അച്ഛൻ ഇത് പഴയ പോലീസ് ഒന്നുമല്ല. ആരെയും പിടിച്ചങ്ങനെ ആവശ്യമില്ലാതെ ഇടിക്കാൻ പറ്റില്ല. പണി പോവും. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെടാ. കാര്യം കഴിയുമ്പോൾ തന്ത കരിയപ്പോലെ. ഞാൻ വളയം പിടിച്ച് കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ച് പോലീസാക്കി ഇത്രയൊക്കെ ആയി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരട്ടെ. വേണ്ട.